നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പുതിയൊരു രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ ഇന്ന് വളരെ സജീവമായ ഒരു വാർത്താ ദിനമാണ് ഇന്നത്തേത്. നമ്മൾ അതിലേക്ക് വിശദമായി കടക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ ഒരു ഞായറാഴ്ചയായിരുന്നു. വളരെ റിലാക്സ്ഡായി ഇരുന്ന ഒരു അവധി ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ വളരെ സജീവമായ തിരക്ക് പിടിച്ചൊരു ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ഒക്കെ കുട്ടികളും അതേപോലെ തന്നെ മുതിർന്നവർ ജോലിക്ക് പോകാനും ഓഫീസുകളിൽ പോകാനും ഒക്കെയുള്ള ഒരുക്കത്തിലും തിരക്കിലും ഒക്കെ ആയിരിക്കും. അതിനിടയിൽ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഒന്ന് പരിശോധിച്ച് പോകാം. അപ്പോൾ എല്ലാത്തിലേക്കും വിശദമായി കടക്കാം. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ശബരിമലയിലെ സ്വർണം പൂശൽ വിവാദം ആയുധമാക്കാൻ പ്രതിപക്ഷം. സഭയ്ക്ക് പുറത്തും പ്രതിഷേധം കടുപ്പിക്കും. ദേവസ്വം വിജിലൻസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കും. കോടതി നിർദ്ദേശപ്രകാരം കൂടുതൽ അന്വേഷണത്തിന് സർക്കാർ. പാലക്കാട് പ്ലാസ്റ്റർ ഇട്ട കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ വിശദീകരണവുമായി ഡോക്ടർ. പറഞ്ഞ സമയത്ത് വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന് വിശദീകരണം. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 2 വയസ്സുകാരിയുടെ മൃതദേഹം വിദഗ്ധ പരിശോധനയ്ക്കായി പുറത്തെടുത്തു. കേരളത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറിപ്പടി ലഭിച്ചാലും മരുന്ന് നൽകരുതെന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. നിർദ്ദേശം മരുന്ന് വ്യാപാരികൾക്കും ഫാർമസിസ്റ്റുകൾക്കും. ലഡാക്ക് സംഘർഷത്തിൽ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്ന ആവശ്യം. ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. തടങ്കൽ നിയമവിരുദ്ധവും ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമെന്ന ഹർജി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന് വാങ്ചുക്ക്. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 രോഗികൾ വെന്തു മരിച്ചു. അപകടം ജയ്പൂരിലെ SMS ആശുപത്രിയിൽ. നിരവധി പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഈജിപ്തിൽ. ബന്ദികളുടെ മോചനം പ്രധാന വിഷയം. കരയാക്രമണം തുടർന്ന് ഇസ്രായേൽ. വെടി നിർത്തിയിട്ടില്ലെന്ന് സൈന്യം. അമേരിക്കയിൽ ഷട്ട്ഡൌൺ 6ാം ദിവസം. ധനപ്രതിസന്ധി തുടരാൻ സാധ്യത. ധനാനുമതി ബില്ലിൽ സെനറ്റിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ്. പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ കാസർഗോഡ് കുമ്പളയിൽ നിർത്തിവെച്ച കലോത്സവം പുനരാരംഭിക്കുന്നു. വിവാദം മൈം ഇന്ന് അവതരിപ്പിക്കും. ആരോപണ വിധേയരായ 2 അധ്യാപകരെ മാറ്റി നിർത്തും. വനിതാ ഏകദിന ലോകകപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. 88 റൺസിന്റെ ആധികാരിക ജയം. ക്രാന്തി കൗൾ കളിയിലെ താരം. വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഗാസ സമാധാന ചർച്ചയിലേക്കാണ്, പദ്ധതിയിലേക്കാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മളും ആദ്യം അവിടേക്ക് തന്നെയാണ് പോകുന്നത്. ഗാസയിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുമ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈജിപ്തിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേലിന് പ്രതിനിധീകരിച്ച ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡെർമർ പങ്കെടുക്കും. ഇതുവരെ നടന്ന കൂടിക്കാഴ്ചകളിലെല്ലാം ഹമാസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ അനുകൂലമായ നിലപാടാണ് ഉണ്ടായതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബന്ദികളെ കൈമാറുന്നതിൽ ഇന്ന് തന്നെ ധാരണ കൈവരുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ പലസ്തീനികളെ അഭിസംബോധന ചെയ്ത് വീഡിയോ പുറത്തുവിട്ടു. اليوم ونحن نعيش في ظلال ألم وفي ظلال عزة وكرم. ألم بفقدان آلاف من أبناء شعبنا من النساء والأطفال والشيوخ والمجاهدين وأبناء شعبنا بشكل عام. وشرفنا الله عز وجل أن يكون من بينهم أبناؤنا وأحفادنا وإخواننا وأقاربنا وكل أبناء شعبنا هم بمثابة الأبناء والإخوة والأحفاد والأقارب. فنحن ننتمي لهذه الأسرة الكبيرة، أسرة الشعب الفلسطيني وخاصة أبناء غزة الذين ينوبون اليوم عن الأمة بجهادهم وصبرهم وتضحياتهم
التي قل وعز نظيرها على مدار التاريخ. وفي قضيتنا الفلسطينية على مدار 100 عام. اليوم غزة تنوب عن الأمة بما تقدم وتجود بنفسها وخير ما تجود بنفسها. فنسأل الله عز وجل أن ينزل الصبر والسلوان والسكينة على أبناء شعبنا وأن يكبت عدونا وأن يرد كيده إلى نحره بإذن الله سبحانه. അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ എല്ലാ കോണിലുള്ള മനുഷ്യർക്കും ഈ ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച്, ഇപ്പോൾ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച്. ഈ ചർച്ചയുടെ തുടക്കഘട്ടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതുവരെ ഹമാസ് ഉൾപ്പെടെ എല്ലാവരും ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാടുകൾ മാത്രമാണ് സ്വീകരിച്ചത് എന്ന് ട്രംപ് തന്നെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം, അത് വലിയ പ്രതീക്ഷയല്ലേ അഭിലാഷ് നൽകുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതെങ്കിലും ഇപ്പോഴും ഗാസയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് ഒരു ശമനവുമില്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. അവിടെ ഇപ്പോഴും ബോംബിംഗ് നടക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഒരു വെടിനിർത്തലിലേക്ക് പോകുമെന്നൊരു ഘട്ടത്തിൽ ഇസ്രായേൽ അതിൻ്റെ പരമാവധി നാശനഷ്ടം ഗാസയിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈജിപ്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. അതിൽ ഡൊണാൾഡ് ട്രംപാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് ലോകത്തെ അറിയിക്കുന്നതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹമാസ് അടക്കം അനുകൂലമായ നിലപാടുകളാണ് ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് ഗാസയുടെ സമാധാനത്തിലേക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രതിനിധികളും അതുപോലെ ഹമാസിൻ്റെ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള പ്രതിനിധികളും ഈജിപ്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെ ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡെർമർ ഈജിപ്തിലെത്തും. അതിനുശേഷമായിരിക്കും ഇന്ന് ഇവരെല്ലാവരും കൂടി ചേർന്ന് 3 രാജ്യങ്ങളും ഹമാസും ചേർന്ന് ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ ബന്ദികളെ കൈമാറുന്നതിനെ പറ്റിയായിരിക്കും ഏറ്റവും പ്രധാനമായും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എവിടെ വെച്ച് ബന്ദികളെ കൈമാറണം, എങ്ങനെ കൈമാറണം, ബന്ദികളെ കൈമാറുന്നതിൻ്റെ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയാകും. അതിൽ ഹമാസിൻ്റെ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കും. കാരണം ബന്ദികളെ കൈമാറിയാൽ പിന്നെ ഹമാസിൻ്റെ കയ്യിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേറെ വസ്തുക്കളൊന്നുമില്ല. അപ്പോൾ ബന്ദികളെ കൈമാറിയതിനു ശേഷം ഇസ്രായേലും അമേരിക്കയും കാലുമാറുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഹമാസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഈജിപ്റ്റാണ് ഉറപ്പുവരുത്തേണ്ടത്. ഈജിപ്തും ഖത്തറും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഹമാസ് ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. എന്തായാലും 2000-ഓളം പലസ്തീനികളും ഇസ്രായേലിൽ ബന്ദികളായിട്ടുണ്ട്. അവരെ വിട്ടു നൽകുന്നതും ചർച്ചയിൽ പരിഗണനയിലുണ്ട്. ഇതിനിടയ്ക്ക് CNN-ന്റെ ഒരു റിപ്പോർട്ടർ ഡൊണാൾഡ് ട്രംപിന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഒരു കാര്യം ചോദിച്ചിരുന്നു. അതായത് ഹമാസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് കാലുമാറിയാൽ എന്തായിരിക്കും അമേരിക്കയുടെ പ്രതികരണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതായത് ഗാസയുടെ ഗവേണൻസിൽ നിന്ന് മാറി നിൽക്കാൻ ഹമാസ് ഒരുക്കമല്ലെങ്കിൽ എന്താണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി എന്ന് ചോദിച്ചപ്പോൾ അത് ഹമാസിനെ ഒരു തരത്തിലും ഇനി വച്ചേക്കില്ല എന്നുള്ള തരത്തിൽ, ഹമാസിനെ നശിപ്പിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. പക്ഷേ അത് കാലമാണ് കാണിക്കേണ്ടത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി മറുപടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിലെ ചർച്ചകൾ വളരെ നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതെ, നിലവിലെ ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അഭിലാഷ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ട്രംപ് തന്നെ പരസ്യമായ നിർദ്ദേശം ഇസ്രായേലിന് നൽകിയതിനു ശേഷവും വീണ്ടും ഈ ആക്രമണം കടുപ്പിക്കുകയും അത് തുടരുകയും ചെയ്യുക തന്നെയാണ് ഇസ്രായേൽ. മനുഷ്യക്കുരുതി തുടരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഈ 24 മണിക്കൂറിനിടയിൽ മാത്രം നടത്തിയ ആക്രമണം പരിശോധിച്ചാൽ തന്നെ 20-ലധികം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 70-ലധികം ആളുകൾ മരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അത്തരത്തിൽ വലിയൊരു കൂട്ടക്കുരുതി അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഇസ്രായേലിന്റെ ഈ നടപടിയെയും ചർച്ചാ വിധേയമാക്കിയേക്കാം അല്ലേ?
ആര്യ, അതായത് ഈ ആക്രമണത്തിൽ ഈ കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന, നാളെ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 2 വർഷം തികയാണ്. ഈ 2 വർഷത്തിനിടയ്ക്ക് 67,000-ഓളം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിൽ നിരവധി കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഈ 66,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഇനിയും ഇതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ഇപ്പോഴും അവരുടെ മൃതദേഹം വീണ്ടെടുക്കാനാവാതെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ആക്രമണങ്ങളൊന്നും, ഇതിൻ്റെ ഇടയ്ക്ക് പല തവണ സീസ് ഫയറുകൾ പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ട് ഇനി വെടിനിർത്തൽ ഉണ്ടാവണം, ഇനി ഒരിക്കലും വെടിവെക്കരുത് എന്നൊക്കെ പല തവണ അന്ത്യശാസനം പോലെയൊക്കെ ഇസ്രായേലിനോട് പറഞ്ഞിട്ടും ഇപ്പോഴും ആ വെടിനിർത്തലും വെടിവെപ്പും യുദ്ധവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ദിവസം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഒരു കാര്യമായിട്ട് മാത്രമേ ഇപ്പോഴും നെതന്യാഹു അത് കാണുന്നുള്ളൂ. കാരണം നേരത്തെ വെടിനിർത്താൻ പറഞ്ഞിട്ടും വെടിനിർത്തിയില്ല, അപ്പോഴും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായില്ല ഇസ്രായേലിനെതിരെ. ഇപ്പോഴും ആ ഒരു ലാഘവത്തോടെ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ആഹ്വാനത്തെ കാണുന്നുള്ളൂ. എന്തായാലും വെടിനിർത്തൽ എത്രയും വേഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എത്രയും വേഗം പ്രഖ്യാപിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് വലിയ സംശയമൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിയുന്നത്ര നാശനഷ്ടം, എത്ര ആളുകളെ അവിടെ നശിപ്പിക്കാൻ കഴിയുമോ ആ വംശഹത്യയിൽ, ഇസ്രായേൽ ഗാസിൽ നടത്തുന്ന വംശഹത്യയിൽ എത്രത്തോളം തങ്ങൾക്ക് കൂടുതൽ അവിടെ കാര്യങ്ങൾ നശിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം കാര്യങ്ങൾ നശിപ്പിച്ചതിന് ശേഷം മാത്രം വെടിനിർത്തലേക്ക് കടക്കാം എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു കാഴ്ചപ്പാട്. കഴിഞ്ഞ ദിവസം ഈ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ബന്ദികളെ കൈമാറുന്നതാണ്. അപ്പോൾ ഈ ബന്ദികളെ പരസ്പരം കൈമാറിയാലുടൻ തന്നെ ഗാസയിലുള്ള ഇസ്രായേൽ സൈന്യം കുറച്ച് പിറകോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ അവർ എത്രയാണോ അകത്തോട്ട് കയറിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും ഗാസയിലേക്ക്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. ഹമാസ് നിരായുധീകരണം സമ്മതിച്ചാൽ, അവർ അനുവദിച്ചാൽ വീണ്ടും ഗാസയിൽ നിന്ന് കുറച്ചുകൂടെ ഇസ്രായേൽ സൈന്യത്തിന് പിന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലവിലുണ്ടപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയുടെ അധികാരം, ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിൽ വേണമെന്ന് തന്നെയാണ്. അതിൽ ഇപ്പോൾ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ ഗാസ പിന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിലൊരു മുടക്കുണ്ടാക്കി അവിടെ തങ്ങളുടെ നിയന്ത്രണത്തിൽ, തങ്ങളുടെ വരുതിയിൽ ഗാസയെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. ഒരുപക്ഷെ ഈ ഹമാസ് ഈ സമാധാന കരാർ അംഗീകരിക്കുമെന്ന് ഇസ്രായേൽ വിചാരിച്ചു കാണില്ല. അവിടെയാണ് ഇസ്രായേലിന് അബദ്ധം പറ്റിയത്. ഹമാസ് അംഗീകരിച്ചതോടു കൂടിയാണ്, ബന്ദികളെ വിട്ടു നൽകാമെന്നുള്ള ഒരു അനുകൂലമായ നിലപാടെടുത്തത് കൂടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇസ്രായേലിന് കൂടുതൽ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഹമാസ് എടുക്കുന്ന നിലപാട് ബന്ദികളെ കൈമാറുന്നതിന് അനുകൂലമാണെന്നും മറ്റ് പോയിന്റുകൾ, സമാധാന കരാറിലെ മറ്റ് വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിലും തങ്ങൾക്ക് തടസ്സമില്ല എന്നൊരു നിലപാട് വ്യക്തമാക്കുകയാണെങ്കിൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ തന്നെ ബന്ദികളെ കൈമാറ്റം നടക്കും. അതുപോലെ ഗാസയിലെ വെടിനിർത്തലും ഹമാസ് അനുകൂലമായി നിലപാടെടുക്കുന്നതിന് തൊട്ടു പിന്നാലെ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ദിമോചനമാണ് ഏറ്റവും പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ആ ഒരു വിഷയത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസത്തിനകം തന്നെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടിയിലേക്ക് ഹമാസ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം അത് ഒരു പരിധിവരെയെങ്കിലും അവസാനിപ്പിക്കാൻ ഇസ്രായേൽ താൽക്കാലികമായി തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം തുടർ ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഈ ഗാസ പദ്ധതി നിലവിലേക്ക് കൊണ്ടുവരാനും പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് കടക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷം തികയുകയാണ് നാളെ. ഇത്തരത്തിൽ ഉള്ള ആക്രമണം, യുദ്ധം ഒക്കെ ഹമാസും ഇസ്രായേലും തമ്മിൽ ആരംഭിച്ചിട്ട്. അപ്പോൾ അതിലെ കെടുതികൾ അനുഭവിക്കുന്നത് നിരപരാധികളായ മനുഷ്യരാണ്, കുട്ടികളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്തായാലും അവരുടെ കണ്ണീരിന് വില ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമാധാനം പുലരും ഈ ചർച്ചയിലൂടെയെങ്കിലും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകം മുഴുവൻ അത്തരത്തിലൊരു വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, അമേരിക്കയിൽ ഷട്ട് ഡൗൺ 6ാം ദിവസത്തിലേക്ക്. ധനപ്രതിസന്ധി തുടരാനാണ് സാധ്യത. അതേസമയം ധന അനുമതി ബില്ലിൽ സെനറ്റിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, ഈ ബില്ലിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യം, പക്ഷെ അത് പാസ്സാകാനുള്ള സാധ്യത അത്രത്തോളം ഇല്ല എന്നത് തന്നെയല്ലേ വിലയിരുത്തൽ? എന്താണ് സാഹചര്യം?
ആര്യ, ഇപ്പോൾ അമേരിക്കയുടെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ എല്ലാ സംവിധാനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. വളരെ അത്യാവശ്യ സേവനങ്ങൾ, ആരോഗ്യം, വ്യോമയാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സബ്സിഡി, വിദ്യാർത്ഥികളുടെ സബ്സിഡി, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട മ്യൂസിയം, നാഷണൽ പാർക്ക് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ വൈറ്റ് ഹൗസിൽ ഫോൺ ചെയ്താൽ അമേരിക്ക ഷട്ട് ഡൗൺ ആണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അവിടുന്ന് തിരിച്ചു ലഭിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ 7.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല. അവർക്ക് ശമ്പളം കിട്ടാതായിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. അതിലൊരു വലിയ വിഭാഗം ആൾക്കാരും ജോലി നഷ്ടപ്പെടുന്ന ആശങ്കയിലാണ്. അങ്ങനെ അമേരിക്ക ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്താണ് വീണ്ടും ഇന്ന് സെനറ്റിൽ ധനബിൽ പാസ്സാക്കാനായിട്ട് ബില്ല് അവതരിപ്പിക്കുന്നത്. ഇതിൽ 60 വോട്ടുകളാണ് അമേരിക്കയിൽ ഒരു ബില്ല് പാസ്സാകാനായിട്ട് സെനറ്റിൽ ആവശ്യമുള്ളത്. പക്ഷേ അതിൽ 53 വോട്ടുകൾ റിപ്പബ്ലിക്കൻസിനുണ്ട്. ഈ 53 വോട്ടുകൾ പോരാതെ ഡെമോക്രാറ്റിൻ്റെ ഭാഗത്തുനിന്ന് 7 വോട്ടുകൾ കൂടെ കിട്ടേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി അവിടെ പരിഹരിക്കാനായിട്ട് ഡെമോക്രാറ്റ്സ് ഇടപെടുമോ, അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ റിപ്പബ്ലിക്കൻസ് തയ്യാറാകുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ എല്ലാ വർഷവും ഒക്ടോബർ 1 മുമ്പ് തന്നെ വാർഷിക ധനബിൽ പാസ്സാക്കുന്നതാണ് അമേരിക്കയുടെ രീതി. എന്നാൽ ഇത്തവണ അതിന് കഴിയാതെ പോയത് അവിടുത്തെ ഹെൽത്ത് കെയർ, ഒബാമ ഹെൽത്ത് കെയർ സബ്സിഡീസ് ഉണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ആരോഗ്യ രംഗത്ത് ഒരുപാട് സബ്സിഡികളും ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വർഷത്തോടു കൂടി നിർത്തലാക്കാനുള്ള തീരുമാനമാണ് റിപ്പബ്ലിക്കൻസ് എടുത്തത്. എന്നാൽ അത് നിർത്തലാക്കരുതെന്നും സാധാരണക്കാർക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഡെമോക്രാറ്റ്സ് ഒരു നിലപാടെടുത്തു. അങ്ങനെ ഭരണ പ്രതിപക്ഷ തർക്കത്തിനിടെ ഈ വരുന്ന വർഷത്തെ ധനബില്ല് അമേരിക്കയ്ക്ക് പാസ്സാക്കാനായില്ല, സെനറ്റിൽ പാസ്സായില്ല. തുടർന്നാണ് ഇത്തരത്തിലൊരു ഷട്ട് ഡൗണിലേക്ക് അമേരിക്ക പോയത്. ഇത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ജനരോഷവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമാണ്. അത് അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കംപ്ലീറ്റ് ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാവശ്യ സേവനങ്ങൾ മാത്രമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. ആ ജീവനക്കാരും ശമ്പളമില്ലാതെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ ട്രംപിനെ അതിരൂക്ഷമായി അവിടുത്തെ ജനങ്ങൾ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഡെമോക്രാറ്റ്സിനും റിപ്പബ്ലിക്കൻസിനും ഒരേപോലെ വിമർശനം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ട്രംപിനെ കുറിച്ച് അവർ പറയുന്നത് ഹമാസിനെയും ഇസ്രായേലിനെയും ഒക്കെ ഒരു ടേബിളിന് ചുറ്റുമിരുത്തി ചർച്ചയിലേക്ക് എത്തിക്കാൻ ട്രംപിന് സാധിക്കുമെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കി എടുക്കാനാണോ ട്രംപിന് ഇത്രത്തോളം വലിയ പ്രതിസന്ധി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ആര്യ, ഇക്കാര്യത്തിൽ ഇന്നലെ അവിടുത്തെ നേവിയുടെ 250ാമത്തെ വാർഷികമായിരുന്നു. ഈ വാർഷിക പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ അമേരിക്കയുടെ ഷട്ട് ഡൗണും അതിൻ്റെ പ്രതിസന്ധിയും പറഞ്ഞിരുന്നു. അതിൽ ഡൊണാൾഡ് ട്രംപ് കൂടുതലായും ഡെമോക്രാറ്റ്സിനെ ഉന്നം വെച്ചുകൊണ്ട് ഡെമോക്രാറ്റ്സാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്, അവരാണ് ഇതിലൊരു അയഞ്ഞ സമീപനം എടുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു രാഷ്ട്രീയമായി ഈ ഒരു ഷട്ട് ഡൗണിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ആണ് ഡൊണാൾഡ് ശ്രമിക്കുന്നത്. പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ ഒരു സർവേയിൽ 47% ആളുകളും ഡൊണാൾഡ് ട്രംപിനെയാണ് കുറ്റം പറയുന്നത്, റിപ്പബ്ലിക്കൻസിനെയാണ് കുറ്റം പറയുന്നത്. അമേരിക്കയിൽ ഇത്ര വലിയൊരു പ്രതിസന്ധിക്ക് കാരണം ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെ അമേരിക്കയെ കൊണ്ടെത്തിച്ചത് ഡൊണാൾഡ് ട്രംപാണ്. അതിൽ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നത് താരിഫ് യുദ്ധമടക്കം മറ്റ് ലോകരാജ്യങ്ങളെ തങ്ങൾക്ക് എതിരാക്കി മാറ്റിയതടക്കം ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് അമേരിക്കയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളൊരു നിലപാടിലേക്കാണ് അമേരിക്കയിലെ ഭൂരിഭാഗം, അതായത് 100% ആളുകളിൽ 47% ആളുകളും ഡൊണാൾഡ് ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമെതിരെയാണ് നിലപാടെടുത്തത്. അതിൽ 37% ആളുകൾ ഡെമോക്രാറ്റ്സിനെയും കുറ്റം പറയുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപിനെതിരായ ഒരു വികാരം അമേരിക്കയിൽ ഈ ഷട്ട് ഡൗണിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം തന്നെ ഇന്ന് സെനറ്റിൽ ബില്ല് പാസ്സാക്കുമ്പോൾ ഒരു പക്ഷേ അമേരിക്കയിലെ ഭരണപക്ഷം അത് ഒരു അയഞ്ഞ സമീപനം അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സിനോട് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാകാം. ഈ ആരോഗ്യ സബ്സിഡികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ചർച്ച തുടരാം, അതിലെന്തെങ്കിലും ഇളവുകൾ നൽകാൻ തയ്യാറാണ്. അതിനനുസരിച്ച് ഈ ഒരു ഷട്ട് ഡൗൺ ഒഴിവാക്കാനുള്ള നടപടികൾ ഒരുപക്ഷെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 2018 ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്താണ് ഇതിനു മുമ്പ് ഒരു ഷട്ട് ഡൗൺ ഉണ്ടായത്. അത് 35 ദിവസം നീണ്ടിരുന്നു. പക്ഷേ ഇന്നത്തെ
സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഷട്ട് ഡൗൺ താങ്ങാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള താരിഫ് ഉയർത്തി അമേരിക്കയിൽ വിലക്കയറ്റമുണ്ട്. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള വസ്തുക്കൾക്ക് അവിടെ വില കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾക്കും അവിടെ വില കൂടുന്നുണ്ട്. അപ്പോൾ ഈ വിലക്കയറ്റ സമയത്തും അമേരിക്കയിൽ ഇങ്ങനെ ഷട്ട് ഡൗൺ, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ അവിടുത്തെ സൈനികർക്കടക്കം US നേവിയിലുള്ള ആളുകൾക്കടക്കം കഴിഞ്ഞ 6 ദിവസമായി ശമ്പളമില്ലാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി മറികടക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ സെനറ്റിൽ ഒരു അയഞ്ഞ സമീപനം ഇന്ന് എടുക്കും എന്നാണ് സൂചന. തീർച്ചയായും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും സ്വന്തം രാജ്യത്ത് ട്രംപിന് മേൽ വീണ ഒരു കരിനിഴലായി ഈ ഷട്ട് ഡൗൺ മാറിയിരിക്കുകയാണ്. വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് സെനറ്റിൽ കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്ന് നമുക്ക് കണ്ടറിയണം. ഏകദേശം 7.5 ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരാണ് ശമ്പളമില്ലാതെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നതിനാൽ തന്നെ സാധാരണക്കാരായ ജനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ചുമമരുന്ന് കഴിച്ച കുട്ടികളുടെ മരണങ്ങളിൽ പരിശോധനയും നടപടികളും കർശനമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോൾഡ്രിഫ് ചുമമരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് ഇന്ന് റദ്ദാക്കിയേക്കും. ഇന്ന് കൂടുതൽ ചുമമരുന്ന് സാമ്പിളുകളുടെ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. കുട്ടികളിൽ ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. അജയ് സുധ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന ഈ പരാതിക്കിടയാക്കിയിട്ടുള്ള കഫ് സിറപ്പിന് മാത്രമാണോ ഈ പരിശോധന വിധേയമാവുക? അതിനപ്പുറം ഇപ്പോൾ മാർക്കറ്റിലുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മറ്റ് കഫ് സിറപ്പുകളെ കൂടി ഈ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആലോചിക്കുന്നുണ്ടോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം? ആര്യ, കൂടുതൽ മരുന്നുകളെ ഈ പുതിയ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ മധ്യപ്രദേശിൽ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള 10 ചുമമരുന്നുകളുടെ പരിശോധനയ്ക്കാണ് അയച്ചത്. ഇതിൽ കോൾഡ്രിഫ്റ്റിന് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടെത്താനായിട്ട് സാധിച്ചത്. കോൾഡ്രിഫ്റ്റിൽ അനുവദനീയമായിട്ടുള്ള അളവിനേക്കാൾ ഡൈത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു അതിനകത്ത് അടങ്ങിയിരുന്നു. ഏതാണ്ട് 48% ഇതിലുണ്ടായിരുന്നു. ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 10 മരുന്നുകൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയതിൽ 9 എണ്ണം സുരക്ഷിതമാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചത്. ഇതിൽ കോൾഡ്രിഫ്റ്റ് അതിന് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് നിലവിലെ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു 9 മരുന്നുകളുടെ പരിശോധന ഫലം കൂടി ഇനിയും ലഭിക്കാനുണ്ട്. അതിനി ഇന്നും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ സംസ്ഥാനങ്ങളിലെ ഈ ആരോഗ്യ സെക്രട്ടറിമാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ യോഗത്തിലാണ് പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായത്. അപ്പോൾ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആരോപണ വിധേയമായിട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് നിലവിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് തമിഴ്നാട് സർക്കാർ അതിനുള്ള നടപടികൾ കൈക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഒരു നിലവിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു 2027 വരെ ഒരു കാലാവധിയുള്ള പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളിലാണ് ഈ പ്രശ്നം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടിയന്തരമായി അവരുടെ ഈ ഓഫീസ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ മരുന്നുകൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ പുതുതായിട്ട് അവരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ചുമമരുന്നുകൾ നിർദ്ദേശിക്കുമ്പോൾ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഇത്തരം മരുന്നുകൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ കുറിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുക്തിസഹജമായി ഈ മരുന്നുകൾ ഉപയോഗിക്കണമെന്ന് ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പുതുക്കിയ നിർദ്ദേശങ്ങൾ ഇത് പാലിക്കാത്ത ഈ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ലൈസൻസ് എത്രയും വേഗം റദ്ദാക്കണം എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തണം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും ഇത്തരത്തിൽ നിർമ്മാണ കമ്പനികളിലും എല്ലാം ഇത്തരത്തിൽ പരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കോൾഡ്രിഫ്റ്റ് മരുന്ന് അത് കഴിഞ്ഞ ദിവസം
ദിവസം മധ്യപ്രദേശ് എല്ലാം നിരോധിച്ച കൂട്ടത്തിൽ കേരളത്തിലും നിരോധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ കേരളം അതുപോലെ തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കോൾഡ് ഡ്രിഫ്റ്റ് മരുന്ന് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഈ മരുന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തെലങ്കാനയിൽ ഈ മരുന്ന് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിരുന്നത്. അപ്പോൾ തെലങ്കാനയിൽ അവിടെ പരിശോധന ഉൾപ്പെടെ കർശനമാക്കിയിട്ടുണ്ട്. അവിടെയും ഈ മരുന്ന് ഒരു ഡോക്ടർമാരോടും കുറിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മധ്യപ്രദേശിൽ ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനിയും നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 14ഓളം കുട്ടികൾ ഇപ്പോഴും ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം മരണസംഖ്യ 18 ആയിട്ടുണ്ട് ഇന്നലെയോടുകൂടി. അതുപോലെ തന്നെ ഒരു 2 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ മൃതദേഹം ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ റിപ്പോർട്ട് ഉടൻ തന്നെ വരും. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ മരുന്ന് ഏത് തരത്തിലാണ് ശരീരത്തെ ബാധിച്ചതെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കൂ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിഡ്നിക്ക് പ്രശ്നം വന്നിട്ടാണ് മരണം സംഭവിച്ചതെന്നാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും രാജ്യത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഈ കോൾഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ചുമമരുന്നിനെ പറ്റി മാത്രം ഇപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ അതിനപ്പുറം നമ്മൾ കുട്ടികൾക്ക് സാധാരണയായി കൊടുക്കുന്ന മറ്റ് കഫ് സിറപ്പുകളുടെ ദൂഷ്യവശങ്ങൾ, മറ്റ് മരുന്നുകളുടെ ദൂഷ്യവശങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ് നിലവിലെത്തിയത്. എന്തായാലും മറ്റ് മരുന്നുകളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 രോഗികൾ വെന്തു മരിച്ചു. ജയ്പൂരിലെ SMS ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് നിഗമനം. നിരവധി പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണ്. അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, എന്താണ് സംഭവിച്ചത്? ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ്? ആര്യ, ഈ ആശുപത്രിയിലെ ട്രോമ കെയർ കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. തീപിടിച്ച ഉടൻ തന്നെ രോഗികളെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗികളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും 2 ICU യൂണിറ്റിലായിട്ടാണ് ആദ്യഘട്ടത്തിൽ തീപിടിച്ചത്. അതിൽ ആദ്യം തീപിടിച്ചത് 11 രോഗികൾ ഉണ്ടായിരുന്ന ഒരു ICU യൂണിറ്റിനകത്താണ്. ഇവിടെയുള്ള 6 രോഗികളാണ് മരിക്കുകയും ചെയ്തത്. ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഈ ചികിത്സയിലിരിക്കുന്നതിൻ്റെ കൂടെ ഈ തീപിടുത്തം കാരണമുണ്ടായിട്ടുള്ള വിഷവാതകങ്ങളും മറ്റും ശ്വസിച്ചാണ് ഇവരുടെ നില കൂടുതൽ വഷളായത്. മാത്രമല്ല, ഇവരെ ഇവിടെ നിന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിട്ടുള്ള രോഗികളായതിനാൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് താമസിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ 7 പേരുടെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു 2 ICU യൂണിറ്റ് ഈ മുറികളിലായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിൽ ഒന്നിൽ 11 രോഗികളും ഒന്നിൽ 13 രോഗികളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ 24 പേരെയും ഇവിടെ നിന്നിപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട്. നിരവധി രോഗികളെ മറ്റ് ആശുപത്രികളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ആശുപത്രി കെട്ടിടം മുഴുവൻ ഇപ്പോൾ ആ ഒരു തീപിടുത്തത്തിൻ്റെ ആ മണം, ആ ഒരു ദുർഗന്ധം വമിച്ചിരിക്കുന്നത് കാരണം പല രോഗികൾക്കും ഈ ഓക്സിജൻ സപ്ലൈ ഉൾപ്പെടെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഈ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ വീണ്ടും 5 രോഗികളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭജൻലാൽ ശർമ്മ അദ്ദേഹം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് ടീമിൻ്റെ ഉൾപ്പെടെ പരിശോധന ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ICU യൂണിറ്റിലുള്ള എന്തെങ്കിലും ഉപകരണത്തിൻ്റെ പ്രവർത്തനം തകരാറിലായതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. ആര്യ. യെസ്, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. വാങ്ചുക്കിനെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വാങ്ചുക്കിന്റെ തടങ്കൽ നിയമവിരുദ്ധവും ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. അതേസമയം പോലീസ് വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും വരെ ജയിലിൽ തുടരുമെന്ന നിലപാടിലാണ് വാങ്ചുക്ക്. ER രാഗേഷ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. ഇന്ന് ഭാര്യ ഗീതാഞ്ജലി, സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. എന്താണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം?
ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. പ്രത്യേകിച്ച് ലഡാക്കിലെ സംഘർഷങ്ങളുടെ ഉത്തരവാദി സോനം വാങ്ചുക്കാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കാരണം കഴിഞ്ഞ 10-ാം തീയതിയാണ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിക്കുന്നത്. എന്നാൽ 24-ാം തീയതി ആകുമ്പോൾ അത് വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. BJP ഓഫീസൊക്കെ തീയിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതിന് പിന്നാലെ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് ഉണ്ടായി. ദേശീയ സുരക്ഷാ നിയമം ചുമത്തി അദ്ദേഹത്തെ ജോധ്പൂരിലെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗീതാഞ്ജലി ആങ്മോ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, അടിയന്തരമായി മോചിപ്പിക്കണം. അദ്ദേഹത്തിന് ഈ കലാപത്തിലോ സംഘർഷങ്ങളിലോ ഒന്നും തന്നെ പങ്കില്ല. ഇതെല്ലാം തന്നെ ഗൂഢാലോചനയാണ്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ആസൂത്രിതമായ ചില വ്യാജ പ്രചാരണങ്ങൾ സോനം വാങ്ചുക്കിനെതിരെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ ആയി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അതാണ് ഇത്തരം സംഘർഷത്തിലേക്ക് നയിച്ചു തുടങ്ങിയ വാദങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ആസൂത്രിതമായി നടക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ അടിസ്ഥാനമില്ല. മാത്രവുമല്ല, ലഡാക്കിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സോനം വാങ്ചുക്കിനുള്ളത് എന്നുകൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും 10:30 ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. എന്തായിരിക്കും കോടതി പറയുക എന്ന് നിർണായകമാണ്. ഏതായാലും സോനം വാങ്ചുക്കിൻ്റെതായ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിഭാഷകൻ മുഖേനയാണ് ഈ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ജുഡീഷ്യൽ അന്വേഷണം വേണം. അതായത് 4 പേർ കൊല്ലപ്പെട്ടു. ആ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് സോനം വാങ്ചുക്ക് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ ഇപ്പോൾ നിലവിലുള്ള ജോധ്പൂർ ജയിലിൽ തന്നെ തുടരും എന്നാണ് സോനം വാങ്ചുക്ക് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഒക്ടോബർ 6-ാം തീയതിയാണ് ചർച്ച നടക്കേണ്ടതാണ് സ്വാഭാവികമായും. പക്ഷേ ഈ സംഘർഷത്തിന് ഉണ്ടായതിനു ശേഷം ചർച്ച കുറച്ചുകൂടി നേരത്തെയാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ആ ചർച്ചയിൽ നിന്ന് ലഡാക്ക് അപ്പക്സ് ബോഡിയും ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ഒക്കെ തന്നെ പിന്മാറുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് സാധാരണ നിലയിലേക്ക് ആദ്യം ലഡാക്ക് മടങ്ങി വരട്ടെ എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്, സോനം വാങ്ചുക്ക് ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണം, ഈ കൊലപാതകങ്ങൾ, വെടിവയ്പ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണുള്ളത്. സർക്കാർ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ചർച്ചയ്ക്ക് തയ്യാറാണ്. സംഘടനകൾക്ക് ഏത് സമയം വേണമെങ്കിലും കേന്ദ്രത്തെ സമീപിക്കാമെന്ന പ്രതികരണം കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആര്യ. യെസ്, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. BJP TVK സഖ്യസാധ്യതകൾ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ കരൂർ ദുരന്തത്തിൽ DMK സർക്കാരിനെ വിമർശിച്ച് NDA MPമാരുടെ റിപ്പോർട്ട്. ഭരണപരമായ വീഴ്ചയുണ്ടായെന്നാണ് വിമർശനം. വിജയിയോട് മൃദു സമീപനമാണ് റിപ്പോർട്ടിൽ. വിജയ് ആൾക്കൂട്ടത്തിലേക്ക് കുപ്പിവെള്ളം എറിഞ്ഞത് തളർന്നു വീഴുന്നവരെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ്. കരൂരിലേത് ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ദുരന്തമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ കരൂർ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ വിജയ് സന്ദർശിക്കണമെന്ന് DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമായേക്കും. റൂൾ 50 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. വിഷയത്തിൽ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. രാവിലെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ പ്രതിപക്ഷം തീരുമാനിക്കും. വിവാദത്തിൽ സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകും. ദേവസ്വം വിജിലൻസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും. കോടതി നിർദ്ദേശപ്രകാരം കൂടുതൽ അന്വേഷണത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരും. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വൈകുന്നേരം 3 മണിക്കാണ് യോഗം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. പുനഃസംഘടനാ വിഷയം യോഗത്തിൽ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലെ തുടർ പ്രതിഷേധ പരിപാടികളും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനിക്കും. പാലക്കാട് പൊതുപരിപാടികളിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. KSRTC ബസ് സർവീസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലക്കാട് ബാംഗ്ലൂർ KSRTCയുടെ പുതിയ AC ബസ് സർവീസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. രാഹുലിനെ സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് DYFI നിലപാടെടുത്തിരിക്കുമ്പോഴാണ് രാഹുൽ പരിപാടിക്ക് എത്തിയത്. കാര്യമായ പ്രചാരണം നൽകാതെയാണ് ഫ്ളാഗ് ഓഫ് പരിപാടി സംഘടിപ്പിച്ചത്. മാധ്യമങ്ങളെ ഉൾപ്പെടെ വിവരം അറിയിച്ചിരുന്നില്ല. അധ്യാപകൻ കർട്ടൻ ഇട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം ഇന്ന് കാസർഗോഡ് കുമ്പള സ്കൂളിൽ വീണ്ടും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-നാണ് മൈം അവതരിപ്പിക്കുക. നിർത്തിവെച്ച കലോത്സവം ഇന്ന് പുനരാരംഭിക്കും. ആരോപണ വിധേയരായ 2 അധ്യാപകരെ മാറ്റി നിർത്തും.
മലയാള സിനിമയിൽ പുതിയ ചരിത്രം 300 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രമായി ലോക മാറിയിരിക്കുകയാണ്. 30 കോടി ബഡ്ജറ്റിൽ നിന്ന് 300 കോടിയുടെ നേട്ടത്തിലേക്കാണ് സിനിമ എത്തിയത്. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ നേടാൻ കഴിയാത്ത റെക്കോർഡ് നേടിയെടുത്ത് കല്യാണി പ്രിയദർശൻ. ബുക്ക് മൈ ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ മലയാള ചിത്രം എന്ന റെക്കോർഡും ലോക സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. വലിയൊരു നേട്ടമാണ്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 30 കോടി ബഡ്ജറ്റിൽ നിന്ന് 300 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു ലോക. മലയാളികളെ എല്ലാവരെയും സംബന്ധിച്ച് ഇത് സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ്. തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ സിനിമ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഓണം റിലീസായിട്ടാണ് ലോക എത്തുന്നത്. ലോക വരുന്നതിൽ പോലും ആർക്കും വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഇപ്പോൾ 300 കോടി. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 300 കോടി എന്ന ഗ്രോസ് ആദ്യമായി ടച്ച് ചെയ്യുന്ന സിനിമയും കൂടിയായിട്ട് ലോക മാറുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വർഷം തന്നെ 2 തവണ മോഹൻലാൽ ചിത്രമായ എംപുരാനും തുടരും, ഈ 2 സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടായെങ്കിൽ പോലും ആ ഒരു 300 കോടി എന്ന സ്വപ്ന നേട്ടം ഉണ്ടാക്കാൻ ഇരു സിനിമകൾക്കും സാധിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഡൊമിനിക് സംവിധാനത്തിൽ കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമ നേടിയിരിക്കുന്നത്. ദുൽഖറിന്റെ നിർമ്മാണത്തിൽ വന്ന സിനിമ ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ തന്നെയാണ് ബുക്കിംഗ് തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോഴും അത് OTT-ന്റെ പ്ലാറ്റ്ഫോമിലേക്കോ അത് എന്നാണ് OTT-യിൽ വരുന്നതോ എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയോ ഉത്തരവോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുവരെ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ പോകുമെന്ന് തന്നെ വേണം കണക്കാക്കാൻ. അതുവരെ തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിന്മാറ്റുന്നതും ചെയ്യുന്നില്ല. അത്രയും നാളും കൂടെ തിയേറ്ററുകളിലേക്ക് അവർ ഹോൾഡ് ചെയ്യുമ്പോഴേക്കും അതനുസരിച്ച് കൂടുതൽ വരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ റവന്യൂ തന്നെയാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 38 ദിവസങ്ങൾ കൊണ്ട് ആണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത്. നമ്മൾ 300 കോടി മൊത്തം കളക്ഷൻ ആയിട്ട് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 118 കോടി രൂപയാണ് ലോക സ്വന്തമാക്കിയിരിക്കുന്നത്. അതും ഒരു പുതിയ നേട്ടമായിട്ട് തന്നെ പറയണം. കേരള ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സും എമ്പുരാനും തുടരും എല്ലാം നേടിയ റെക്കോർഡ് കൂടിയാണ് ഈ സിനിമയും കൂടി ലോക പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡബ്ബിംഗ് ചിത്രം, തെലുങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം, ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടായ ചിത്രം, ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ മേച്ചോയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ റെക്കോർഡ്, അങ്ങനെ പല റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 300 കോടി ക്ലബ് എന്ന റെക്കോർഡ് കൂടി എത്തുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ നിലവിൽ ഉണ്ടായിരുന്ന സർവകാല റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഭേദിച്ചുകൊണ്ടാണ് ലോകയുടെ ഒരു ചരിത്ര യാത്ര ആരംഭിക്കുന്നത്. അതെല്ലാം ഈ 38-39 ദിവസം റിലീസ് ചെയ്ത് 38-39 ദിവസത്തിനുള്ളിലാണ് ഈ റെക്കോർഡുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതും കൂടി പറയണം. ഓരോ ദിവസവും കഴിയും തോറും ഓരോ പുതിയ റെക്കോർഡുകൾ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ സിനിമയുടെ നേട്ടങ്ങൾ മാറിക്കൊണ്ടിരുന്നത് എന്ന് വേണം പറയാം. അതിന്റെ ഏറ്റവും ഒടുവിലുണ്ടാകുന്ന റെക്കോർഡാണ് ബുക്ക് മൈ ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ മലയാള സിനിമ എന്ന റെക്കോർഡും 300 കോടി ക്ലബ് എന്ന സ്വപ്ന നേട്ടം ആദ്യമായി മലയാള സിനിമയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന റെക്കോർഡും ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. വരും നാളുകളിൽ ഏതൊക്കെ റെക്കോർഡുകളാണ് തകർക്കാൻ കഴിയുക എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെ ഓണം റിലീസുകൾ ഉണ്ടായി അതിലൊരു സിനിമയായി വന്ന ചിത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്വപ്ന നേട്ടം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആര്യ, തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ 30 കോടിയിൽ നിന്ന് 300 കോടി ക്ലബിലേക്ക് ഈ സിനിമ ഉയർന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചിത്രം 300 കോടി ക്ലബിലേക്ക് കടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ സിനിമയ്ക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്തൊരു നേട്ടം കല്യാണി പ്രിയദർശൻ എന്ന താരത്തിന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു സൂപ്പർ വുമണിനെ പോലെ കല്യാണി നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിന്റെ മുകളിലേക്ക് പറന്നുയർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്, സോഷ്യൽ മീഡിയയുടെ,
വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മൾ കൊല്ലം പുനലൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ കായിക പരിശീലനം നടത്താനാകാതെ ബുദ്ധിമുട്ടിലാണ് താരങ്ങൾ. ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിൽ ഇറക്കിയ കല്ലും മെറ്റലും നീക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഓണാഘോഷ നാളിൽ സ്റ്റേഡിയത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് ഗ്രൗണ്ടിൽ വലിയ പാറക്കല്ലുകളും മെറ്റലും ഇറക്കിയത്. നൂറുകണക്കിന് കായിക താരങ്ങൾ പരിശീലനത്തിനും പ്രഭാത നടത്തത്തിനുമായി ഉപയോഗിക്കുന്ന സ്റ്റേഡിയം ഇതോടെ നശിച്ച സ്ഥിതിയാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ മത്സരത്തിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ രാവിലെയും വൈകിട്ടും ഇവിടെ പരിശീലനത്തിനായി എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ പരിശീലനം തടസ്സപ്പെട്ട നിലയിലാണ്. ഇപ്പം ഈ ഓണം ഫെസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ ഫുള്ളും പാറക്കല്ലും മെറ്റലും പ്ലാസ്റ്റിക്കും ഒക്കെയാ. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ സ്കൂൾസ് മാച്ചൊക്കെ വരുന്നുണ്ട്, അപ്പൊ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അവിടെ ക്രിക്കറ്റും അവർക്കും അധികം പ്രാക്ടീസ് ഒന്നും പറ്റത്തില്ല. ഇവിടെ ഫുള്ളും പ്ലാസ്റ്റിക്കും പാറക്കല്ലായതുകൊണ്ട് ഒരു ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റത്തില്ല, നല്ല ബുദ്ധിമുട്ടാ. അടുത്ത മാസം മുതൽ സ്കൂൾ തല മത്സരങ്ങൾ തുടങ്ങുകയാണ്. ഇതിനുവേണ്ടി ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഓട്ട മത്സരങ്ങൾ, റിലേ മത്സരങ്ങൾ, കബഡി തുടങ്ങിയ ഇനങ്ങളെല്ലാം പരിശീലിച്ചിരുന്നത് ഈ ഗ്രൗണ്ടിലാണ്. പുനലൂരിൽ താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിലല്ലാതെ മറ്റു സ്കൂളുകൾക്കൊന്നും മതിയായ ഗ്രൗണ്ടുമില്ല. ഓണം ഫെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് എന്നും ഇവിടെ കളിക്കാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ വെച്ചായിരുന്നു നടക്കേണ്ടത്, അതിപ്പം ബോയ്സ് വെച്ചാണ് നടക്കുന്നത്. അന്നേരം ഇത് ഈ വലിയ പാറക്കല്ലുകൾ മാറ്റി തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓണം ഫെസ്റ്റിനായി സ്റ്റേഡിയം കരാറുകാർക്ക് വിട്ടു നൽകിയപ്പോൾ 40 ലക്ഷത്തോളം രൂപയാണ് നഗരസഭയ്ക്ക് വരുമാനമായി ലഭിച്ചത്. ഇതിന്റെ ഒരു വിഹിതമെടുത്ത് ഗ്രൗണ്ട് പുനർനിർമ്മിച്ചു നൽകുന്നതിനോ കരാറെടുത്തവരോട് ഫെസ്റ്റ് കഴിയുമ്പോൾ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കി നൽകണമെന്ന് എഗ്രിമെന്റ് ഇടുന്നതിനോ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് തകരാറിലായിട്ട് ദിവസങ്ങളാവുകയാണ്. വയോധികരായ രോഗികളെ അടക്കം റാമ്പിലൂടെ പ്രയാസപ്പെട്ടാണ് ഒപ്പമുള്ളവർ 5ാം നിലയിലേക്കും മറ്റും എത്തിക്കുന്നത്. വിഷയത്തിൽ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 5ാം നിലയിലേക്ക് രോഗിയുമായി ഒപ്പമുള്ളവർ പോകുന്ന ദൃശ്യമാണിത്. വീൽചെയറിന്റെ മുമ്പിലും പിമ്പിലുമായി ഓരോരുത്തർ പിടിക്കണം. റാമ്പിൽ നിയന്ത്രണം വിട്ടാലോ കാത്തിരിക്കുന്നത് വലിയ അപകടം. ചികിത്സയ്ക്കെത്തുന്ന രോഗിക്കൊപ്പം 2 പേരില്ലെങ്കിൽ പ്രതിസന്ധിയാണ്. സഹായത്തിന് ആളെ തേടി മുകളിലെത്തുമ്പോഴേക്കും സമയമേറെയെടുക്കും. ആംബുലൻസിലെത്തുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മാത്രമാണ് ജീവനക്കാർ മുകൾ നിലകളിൽ എത്തിക്കുക. റാമ്പ് വഴി ഉന്തിയാണ്ടാണ് ആൾക്കാർ പോണത് രോഗികളെയും കൊണ്ട്. നമുക്ക് വഹിക്കുന്ന ആൾക്കാർക്ക് നടന്നു പോകാം, ഈ രോഗികളെയും കൊണ്ടുപോകാം. ഈ പ്രസവത്തിന്റെ രോഗികളെയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു നാളെ നന്നാവും മറ്റന്നാൾ നന്നാവും ഇങ്ങനെ പറഞ്ഞിങ്ങനെ നീക്കി വിടുകയാണ്. അപ്പോൾ അതിനൊരു മാർഗം എത്രയും പെട്ടെന്ന് കാണണം. എല്ലാവരും തള്ളിക്കൊണ്ടുപോകും. സ്ട്രെച്ചറിൽ കടത്തിയിട്ട് അങ്ങനെ ഒപ്പല്ല ആൾക്കാർ ഉന്തി കൊണ്ടുപോകും. ഓരോ ആൾക്കാരുണ്ടെങ്കിൽ ഓല ഉണ്ടാവും. എമർജൻസി കേസ് ആംബുലൻസിൽ വരികയാണെങ്കിൽ ഓല് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ഉന്തി കൊണ്ടുപോകാം. അങ്ങനെയാണ്. ഒരാൾ മുന്നിക്ക് വലിക്കുക, ബാക്കിലുള്ള ആൾ തള്ളി കൊടുക്കുക, അങ്ങനെ പോകണം. ലിഫ്റ്റിന്റെ അടിത്തറയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നതിനാലാണ് ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ജീവനക്കാരനെത്താൻ ഇനിയും വൈകും. എപ്പോൾ തകരാർ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. പാലിയേറ്റീവ് കെയറിന് സൗജന്യമായി ലഭിച്ച ആംബുലൻസ് 5 മാസം കഴിഞ്ഞിട്ടും സർവീസ് തുടങ്ങിയില്ല. പാലക്കാട് ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ലഭിച്ച ആംബുലൻസ് ആണ് ഓടിക്കാൻ ആളില്ലാത്തത് മൂലം ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവ് കെയറിന് സൗജന്യവുമായി കിട്ടിയ പുതിയ ആംബുലൻസാണിത്. ഈ കിടപ്പ് തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒറ്റപ്പാലത്തെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് നൽകിയതാണ് ആംബുലൻസ്. 5 മാസം മുമ്പ് ഒറ്റപ്പാലത്ത് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ ആംബുലൻസ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് ഓഫീസിന് താഴെ എത്തിച്ചതാണിത്. ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ദിവസവേതനത്തിൽ ഒരു ഡ്രൈവറെ നിയമിച്ചാൽ തന്നെ കിട്ടുന്ന ഓട്ടം കൊണ്ട് ഡ്രൈവർക്ക് ശമ്പളം നൽകാൻ കഴിയുമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. ഈ ആംബുലൻസ് കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക്
അതുപോലെ തന്നെ വിവിധ ആശുപത്രികൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കേണ്ട നല്ലൊരു ആംബുലൻസ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കാരണം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി മൂലയിൽ ഇടാനാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഈ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ശ്രീകൃഷ്ണപുരത്ത് മാത്രം നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസമാവേണ്ട വാഹനമാണ് അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള വാഹനം സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ അത് സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരമാകും. ന്യൂസ് 18 പാലക്കാട്. ആകാശച്ചിറകിലേറി കൊഴിഞ്ഞാമ്പാറ GUPSലെ കുട്ടികളും അധ്യാപകരും ഇത്തവണ സേലത്ത് നിന്ന് കൊച്ചിയിലേക്ക് വിമാനത്തിൽ പറന്നായിരുന്നു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ പഠനയാത്ര. GUPSലെ അധ്യാപകരും രക്ഷിതാക്കളും യാത്രയുടെ ഭാഗമായി തൃപ്പൂണിത്തുറ പൈതൃകം മ്യൂസിയം, റെയിൽ മെട്രോ, വാട്ടർ മെട്രോ, ഫോർട്ട് കൊച്ചി, വലാർപാടം ടെർമിനൽ എന്നിവിടങ്ങളിലായിരുന്നു പഠനയാത്ര. ലഹരിക്കെതിരെ പെൺകുട്ടികൾക്ക് എതിരായുള്ള അക്രമം, ശുചിത്വ ക്യാമ്പയിൻ, പെൺവിദ്യാഭ്യാസം, സമത്വം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി വിവിധ ഭാഷകളിൽ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു. അവബോധം നടത്തിയുമായിരുന്നു കുട്ടികളുടെ മടക്കം. ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. 2 സൈഡിലും 14 ABCD എന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ 1 ABCD 2 ABCD ഉണ്ടാവും. നോക്കിയിരിക്കുക കേട്ടോ. എന്താണ് മനസ്സിൽ വരുന്ന ഫീൽ? എന്താണ് ആദ്യമായിട്ട് വിമാനത്തിൽ പോകണം? എന്താണ് എക്സൈറ്റ്മെന്റ്? എന്താണ് കൊഴിഞ്ഞാമ്പാറ സ്കൂൾ की अध्यापिका रमादेवी എന്തൊക്കെയാ വരുന്നത്? എയർപ്ലെയിനിൽ കയറി പോരെ എന്നെ. INTSയുടെ നേതൃത്വത്തിൽ നേമത്ത് മഹാത്മാഗാന്ധി സ്മൃതി യാത്ര സംഘടിപ്പിച്ചു. കരമന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നെടുങ്കാട് ഗോപന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. നേമം നിയോജക മണ്ഡലം പ്രസിഡന്റ് MS താജുദ്ദീൻ, ആറ്റുകാൽ അരുൺ, കരമന കൃഷ്ണകുമാർ, സതീകുമാരി, VR പ്രതാപൻ, കൈമനം പ്രഭാകരൻ, പുത്തൻപള്ളി നിസാറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ചാത്തന്നൂർ തിരുമുക്കിൽ നിർമ്മിച്ച അടിപ്പാതയിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അടിപ്പാത പ്രദേശവാസികൾക്ക് ഗുരുതര ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായാണ് പരാതി. അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ നാട്ടുകാർ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. കൊല്ലം, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ നിന്നും പരവൂരിലേക്ക് പോകുന്ന പ്രധാന ജംഗ്ഷനാണ് തിരുമുക്ക്. വലുതും ചെറുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ അടിപ്പാത ചെറുതായതും കൃത്യമായ സ്ഥാനത്ത് നിർമ്മിക്കാത്തതുമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിൽ പണിതിട്ടുള്ള SVUP എന്ന് പറയുന്ന സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് എന്ന് വെച്ചാൽ ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകുന്ന പാസേജ് പോരാ, നമുക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന VUP എന്ന് പറയുന്ന വെഹിക്കിൾ അണ്ടർ പാസേജാണ് ആവശ്യം. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ സമരത്തിൻ്റെ മുദ്രാവാക്യം. ഈ പണി തുടങ്ങുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്കും കളക്ടർക്കുമെല്ലാം തന്നെ NHന്റെ ഓഫീസിലുമെല്ലാം തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയായി അപ്പോൾ ഇതിനകത്തോട്ട് ആരും കടന്നു പോകാത്ത നിലയിൽ ഇത് അടച്ചു വെച്ച നിലയിലായിരുന്നു. ഇതിൻ്റെ വാഹനങ്ങൾ കയറി തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്കുൾപ്പെടെ ഇതിൻ്റെ വലിയ അപാകതയെ സംബന്ധിച്ചും ഇതുകൊണ്ട് നമ്മുടെ നാട്ടിന് യാതൊരു ഉപയോഗവുമില്ല എന്നും ഭാവി തലമുറയ്ക്ക് പോലും ഇതൊരു അപകടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരവൂർ മുനിസിപ്പാലിറ്റിയും ചാത്തന്നൂർ, ആദിച്ചനെല്ലൂർ, പൂതക്കുളം, ചിറക്കര തുടങ്ങിയ പഞ്ചായത്തുകൾക്കും ഈ പാത പ്രധാന ആശ്രയമാണെന്ന് നാട്ടുകാർ പറയുന്നു. അടിപ്പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതായും നാട്ടുകാർ പറയുന്നു. കുറച്ച് മാറിയാണ് ഈ അടിപ്പാത ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കാരണം വണ്ടികൾ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടികൾ കടന്നു പോകുമ്പോൾ തന്നെ ഈ വഴി NH ബ്ലോക്കാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതേപോലെ കാൽനട യാത്രക്കാർ, ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. ആ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും നടന്നു പോകാൻ പറ്റാത്ത ഒരു പാലമാണ് ഈ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാലമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിർമ്മാണഘട്ടം മുതൽ വലിയ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് നിരവധി കൂട്ടായ്മകൾ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പരിഹാരം ആവശ്യപ്പെട്ട് തിരുമുക്ക് അടിപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 18 ദിവസമായി റിലേ സത്യാഗ്രഹ സമരം തുടരുകയാണ്. ന്യൂസ് 18 കൊല്ലം. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. പാലക്കാട് ചന്ദ്രനഗറിലാണ് സംഭവം. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് തീ പടർന്നത്. യാത്രക്കാരെ പുറത്തിറക്കി തീ അണച്ചു.
ചന്ദ്രനഗർ വെച്ചിട്ട് കൊപ്പം പ്രഭാപുരത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പ്രഭാപുരം കറുവത്തുപടിയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൂറ്റൻ പെരുമ്പാമ്പ് റോഡ് മുറിച്ച് കടക്കുന്നത് യാത്രക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പാമ്പ് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ഇഴഞ്ഞു കയറി. അപകടം തിരിച്ചറിഞ്ഞ വഴിയാത്രക്കാരൻ നാട്ടുകാരെ വിവരമറിയിക്കുകയും തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് നാട്ടുകാർ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിക്കുകയായിരുന്നു. അബ്ബാസ് എത്തി പാമ്പിനെ പിടികൂടി. ഏറെ നേരത്തെ സമയത്തിന് ശേഷമാണ് പാമ്പിനെ അബ്ബാസ് വലയിലാക്കിയത്. പാലക്കാട് അഗളി കോട്ടത്തറയിലെ സർക്കാർ ആട് വളർത്തൽ കേന്ദ്രത്തിൽ ഇനി സൗരോർജ വൈദ്യുതി ഉൽപാദനവും. ജില്ലാ പഞ്ചായത്തിന്റെ 2.5 കോടിയോളം രൂപ ചെലവിട്ടാണ് സൗരോർജ നിലയം സജ്ജമാക്കിയത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ആട് വളർത്തൽ കേന്ദ്രത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ 2,42,00,000 രൂപ ചെലവഴിച്ച് 450 കിലോ വാട്ട് പീക്ക് സൗരോർജ്ജ നിലയം സജ്ജീകരിച്ചത്. അവഗ്നി റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സൗരോർജ്ജ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 500 കിലോ വാട്ട് ട്രാൻസ്ഫോമർ വഴി KSEBയുടെ 11 kV ലൈനുമായി കൂട്ടിയോജിപ്പിച്ച് വിവിധ ഫീഡറുകളിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യും. പദ്ധതിയിലൂടെ പ്രതിവർഷം 6,57,000 യൂണിറ്റ് വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പതിവായിരുന്നു. എന്നാൽ വൈദ്യുതി ഇറക്കുന്ന ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ 400 kV ലൈനുകൾ പൂർത്തിയാക്കാനും ഏറെക്കാലം മുടങ്ങിക്കിട്ടുന്ന ഇടമൺ കൊച്ചി 400 kV ലൈൻ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് കഴിഞ്ഞു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്തെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പൂർണ്ണമായി ഒഴിവാക്കാനായി. വൈദ്യുതി ഉൽപാദനത്തിനായി 826 സോളാർ പാനലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പദ്ധതിയിലൂടെ ഹരിതോർജ്ജ നയം നടപ്പിലാക്കുവാനും കാർബൺ മലിനീകരണം കുറയ്ക്കുവാനും സാധിക്കും. ജില്ലാ പഞ്ചായത്ത് 3 കോടി രൂപ തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSEB ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 1ാം ഘട്ടമായി ഗ്രൗണ്ട് മൗണ്ടഡ് സൗരോർജ്ജ വൈദ്യുതി നിലയം ഇവിടെ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കർഷകനായ അധ്യാപകനെയാണ്. കഴിഞ്ഞ 20 വർഷമായി തനിക്കും കുടുംബത്തിനും വേണ്ടിയുള്ള അരി സ്വയം കൃഷി ചെയ്ത് കണ്ടെത്തുന്ന ഒരു അധ്യാപകനുണ്ട് മുക്കം മണാശ്ശേരിയിൽ. മണാശ്ശേരി AMO കോളേജിലെ മുൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HODയും കോളേജിന് സമീപത്ത് തന്നെ താമസിക്കുകയും ചെയ്യുന്ന ഡോക്ടർ സൈമണാണ് തനിക്കും കുടുംബത്തിനും വേണ്ടി ഭക്ഷിക്കാനുള്ള അരി സ്വന്തം നിലയ്ക്ക് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇത്തവണയും അദ്ദേഹം നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. കാണാം വിശേഷങ്ങൾ. മുൻ അധ്യാപകനായ സൈമൺ 20 വർഷമായി തനിക്കും കുടുംബത്തിനും ആവശ്യമായ അരി സ്വന്തമായി കൃഷി ചെയ്തെടുക്കുന്നു. കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സൈമൺ ചെറുപ്പം മുതലേ കൃഷിയിൽ തൽപരനാണ്. അധ്യാപകനായപ്പോൾ ആദ്യം ചെയ്തത് വീടിനടുത്തുള്ള വയലിൽ നിന്ന് 30 സെന്റ് കൃഷിക്കായി വാങ്ങിക്കുകയായിരുന്നു. 5 അംഗ കുടുംബം അരിക്കായി ഇതുവരെ വിപണിയെ ആശ്രയിച്ചിട്ടില്ല. മുൻ അധ്യാപികയായ ഭാര്യ സാലിയും കൃഷിക്ക് പിന്തുണയുമായുണ്ട്. നെൽകൃഷിക്ക് പുറമെ വേനൽക്കാലമായാൽ വീട്ടാവശ്യത്തിനുള്ള ചെറുപയർ, വൻപയർ എന്നിവയും കൃഷി ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്കുള്ള അരി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഒരു കൃഷിയിൽ തന്നെ കിട്ടും. എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഫെബ്രുവരി മാസം, ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും അതിൽ ചെറുപയർ, മമ്പയർ മുതലായവ വിതയ്ക്കും. ഈ 3 കണ്ടമുണ്ട്. ആ 3ലും പകുതി ചെറുപയറും പകുതി മമ്പയറും വിതയ്ക്കും. അതിൽ നല്ല വിളവ് കിട്ടും. ഒരു 10-12 കിലോ, 13 കിലോ, 14 കിലോ ചെറുപയർ, മമ്പയർ കിട്ടും. ഒരു വർഷത്തേക്കുള്ള പയർ അതിൽ നിന്ന് കിട്ടും. ഇത്തവണ കൃഷിക്ക് ഉപയോഗിച്ചത് പഴയകാല വിത്തനമായ H4 ആണ്. ഇത്തവണ ഞാറുനടിയിലിന് സുഹൃത്തുക്കളായ YMCA പ്രവർത്തകരുമുണ്ടായിരുന്നു. നെൽകൃഷി ലാഭമാണെന്നും കച്ചി വിറ്റാൽ തന്നെ മുടക്കുമുതലിൽ ഏറെക്കുറെ തിരിച്ചു കിട്ടുമെന്നും സൈമൺ പറയുന്നു. എന്നാൽ കാട്ടുപന്നി ശല്യം വെല്ലുവിളിയാണ്. ന്യൂസ് 18 മുക്കം. കൊല്ലത്ത് 300 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. കണ്ണനല്ലൂർ സ്വദേശികളായ സാബിറ റൂഫ്, നജ്മൽ എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചാത്തന്നൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസും ഡാൻസാഫും പരിശോധന നടത്തിയത്. ഇനി രാവിലെയിൽ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലുള്ള സമയമാണ്. ആരാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. തൃശൂർ മൂർക്കനിക്കരയിലുള്ള വേദ പാർവതിക്ക് ഇന്ന് 4ാം ജന്മദിനമാണ്. അപ്പോൾ അച്ഛൻ ദിനു CPയും അമ്മ കൃഷ്ണേന്ദുവും മറ്റു കുടുംബാംഗങ്ങളുമാണ് ആശംസകൾ അറിയിക്കുന്നത്. അപ്പോൾ വേദമോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ.
മറ്റൊരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാന നൊബേൽ ലഭിക്കാനുള്ള സാധ്യത വിദൂരമെന്ന് വിദഗ്ധർ. അമേരിക്ക ആദ്യം എന്ന നയം മുതൽ നൊബേലിനായുള്ള ലോബിയിങ് വരെ ട്രംപിന് പ്രതികൂലമാകും. പാകിസ്ഥാൻ അടക്കം ട്രംപിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തെങ്കിലും സമയപരിധി കഴിഞ്ഞതിനാൽ ആ നോമിനേഷനുകൾ അപ്രസക്തമായി. ഇത്തവണ സമാധാന നൊബേലിലേക്കാണ് എല്ലാ കണ്ണുകളും. കാരണം മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നങ്ങളുടെ ഭ്രമണപഥത്തിൽ ഒരു നൊബേൽ ചുറ്റി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ബറാക് ഒബാമയ്ക്ക് കിട്ടിയപ്പോൾ മുതൽ തുടങ്ങിയ കൊതിയാണ് ഡൊണാൾഡ് ട്രംപിന്. സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപിക്കാൻ 3 ദിവസം മാത്രമാണ് ബാക്കി. പക്ഷേ ട്രംപിന്റെ ആ മോഹം ഏറെക്കുറെ അസ്തമിച്ച മട്ടാണിപ്പോൾ. ഇത്തവണ 338 നോമിനേഷനുകളാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി പരിഗണിക്കുന്നത്. 244 വ്യക്തികൾ, 94 സംഘടനകൾ. ഇതിൽ ഒരാൾ മാത്രമാണ് ഡൊണാൾഡ് ട്രംപ്. കംബോഡിയ, ഇസ്രയേൽ, പാകിസ്ഥാൻ ഈ രാജ്യങ്ങളാണ് ട്രംപിൻ്റെ പേര് സമാധാനത്തിനുള്ള നൊബേലിനായി നിർദ്ദേശിച്ചത്. നോമിനേറ്റ് ചെയ്യേണ്ട അവസാന തീയതി ജനുവരി 31 ഇതിന് ശേഷമാണ് ഈ രാജ്യങ്ങൾ ട്രംപിൻ്റെ പേര് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അത് അപ്രസക്തമായി. 7 മാസത്തിനിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന് വീമ്പിളക്കുന്ന ട്രംപ് നൊബേൽ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഹമാസിനെ മെരുക്കാനുള്ള തിടുക്കത്തിലാണ്. ഈ തിടുക്കത്തിൻ്റെ പ്രധാന കാരണവും നൊബേൽ മോഹം തന്നെ. അവസാന നിമിഷവും ട്രംപ് പരിശ്രമിക്കുമ്പോഴും ട്രംപിന് നൊബേൽ സമ്മാനം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറയുന്ന കാരണങ്ങൾ പലതാണ്. ഹ്രസ്വകാല നയതന്ത്ര നേട്ടങ്ങൾക്കല്ല, സുസ്ഥിരവും ബഹുസ്വരവുമായ സമാധാന പരിശ്രമങ്ങൾക്കാണ് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി സമ്മാനം നൽകുന്നത്. ട്രംപിൻ്റെ ഇടപെടലുകൾക്ക് ഇതുവരെ ശാശ്വതമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു കാരണം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാൻ പലരും ആസൂത്രിത നീക്കങ്ങൾ മുൻപും നടത്തിയിട്ടുണ്ട്. എന്നാൽ ട്രംപിനെ പോലെ തീവ്രമായി മറ്റാരും ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പോലും ട്രംപ് വിമർശിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഒന്നും ചെയ്തില്ലെന്നും എല്ലാം ചെയ്തത് താനാണെന്നുമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ലോബിയിങ് പൊതുവെ വിപരീത ഫലമുണ്ടാക്കിയെന്ന നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ലീഡർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നൊബേൽ കമ്മിറ്റി സെക്രട്ടറി ക്രിസ്റ്റ്യൻബർഗ് ഹാർട്ട്വിക്കിൻ്റെ പ്രതികരണം ട്രംപിന് തിരിച്ചടിയാണ്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവാർഡ് നിർണയ സമിതിയുടെ തീരുമാനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. ഓരോ നോമിനേഷനിലെയും യോഗ്യതകൾ പരിഗണിച്ചാണ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നത്. ഇനിയുള്ള ചോദ്യം ട്രംപിനല്ലെങ്കിൽ ആ നൊബേൽ സമ്മാനം മറ്റാർക്കാണ് എന്നാണ്. 80ാം വാർഷികം ആഘോഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ നൽകിയാൽ അത് ട്രംപിനുള്ള മറുപടി കൂടിയാകും. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, ദ റെഡ് ക്രോസ്, അങ്ങനെ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനയ്ക്കോ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനത്തെയോ ഇതിന് തിരഞ്ഞെടുത്തേക്കാം. യുദ്ധമുഖത്ത് നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട വർഷം കൂടിയാണ് കടന്നുപോയത്. ആ മേഖലയെയും സമാധാന നൊബേലിന് പരിഗണിച്ചേക്കാമെന്നാണ് അഭ്യൂഹങ്ങൾ. ഇനി അധികം അറിയപ്പെടാത്ത ഏതെങ്കിലും രാഷ്ട്രത്തലവൻ നൊബേൽ സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയും സർപ്രൈസായി സജീവമാണ്. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ സമാധാന സമിതികൾ, വെസ്റ്റ് ആഫ്രിക്ക നെറ്റ്വർക്ക് ഫോർ പീസ് ബിൽഡിംഗ്, ദാർഫർ എൽ ഫാഷറിലെ എൽഡേഴ്സ് ആൻഡ് മെഡിറ്റേഷൻ കമ്മിറ്റി, അങ്ങനെ സംഘർഷങ്ങളിൽ സഹായത്തിനായി ചർച്ച നടത്തുന്ന പ്രാദേശിക സമിതികൾക്കും ഇക്കുറി സമാധാനത്തിൻ്റെ നൊബേൽ ലഭിച്ചേക്കാം. എന്തായാലും പ്രതിരോധ വകുപ്പെന്ന പേര് മാറ്റി യുദ്ധവകുപ്പെന്നാക്കിയ ട്രംപിന് എങ്ങനെ നൊബേൽ നൽകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദിക്കുന്നവരോട് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ട്രംപ് അനുകൂലികൾ ഒരു മറുപടി കൊടുത്തേക്കാം. മറ്റൊന്നുമല്ല, ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നൊബേലിൻ്റെ പേരിലുള്ള പുരസ്കാരമല്ലേ ഇത് എന്നാവും ആ ചോദ്യം. എന്തായാലും അങ്ങനെ ട്രംപിൻ്റെ നൊബേൽ മോഹം അത് പൊലിയുകയാണോ എന്നുള്ള ചോദ്യമാണ് ലോകമെങ്ങും ചർച്ചാ വിഷയമാകുന്നത്. ഈ ഒരു നൊബേലിന് വേണ്ടി അദ്ദേഹം കാട്ടിക്കൂട്ടാത്ത നടത്താത്ത പ്രസ്താവനകളൊന്നുമില്ല എന്നുള്ളതാണ് സാഹചര്യം. നമുക്കറിയാം, ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉണ്ടായ ആ സംഘർഷം പോലും അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണ് എന്നുപോലും ട്രംപ് പറഞ്ഞു കഴിഞ്ഞതും ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ്. ഈ നൊബേൽ മോഹം ഉള്ളിലുള്ളതുകൊണ്ടാണ്. അത് നിരന്തരം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ പിന്തുണ അടക്കം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് താനും. എന്നാലും ആ വലിയ സ്വപ്നത്തിലേക്ക് എത്താൻ ട്രംപിന് കഴിയുന്നില്ല എന്നതാണ് സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും
ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം.